നമസ്കാരം. പോലീസിനെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കി കണ്ണൂരിൽ എത്തിയത് ബുധനാഴ്ചയാണ്. തളിപ്പറമ്പിലെ ലോഡ്ജിലാണ് 2 ദിവസം തങ്ങിയത്. സുഹൃത്ത് പ്രണവും ബന്ധു കുട്ടനുമാണ് സഹായം നൽകിയത്. ഇരുവരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അതേസമയം അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചു. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചയ്ക്കുള്ളിൽ നൽകും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മുഖേന കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് നൽകുക. ജില്ലാ കളക്ടറാകും റിപ്പോർട്ടിന്മേൽ അന്തിമ തീരുമാനം എടുക്കുന്നത്. അതേസമയം ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള ഓപ്പറേഷൻ ഗ്രിപ്പ് സംസ്ഥാനത്ത് തുടരുകയാണ്. ഗുണ്ടകളെ നിരീക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇവർക്കുള്ള സാമ്പത്തിക സഹായവും പോലീസ് പരിശോധിച്ചു വരുന്നു. കണ്ണൂരിലെ നഗരത്തിൽ ഒരു അപ്പാർട്ട്മെന്റിൽ അഭിഭാഷകയെ കാണാൻ എത്തിയപ്പോഴാണ് പുലർച്ചെ 2:45 ആയങ്കിയെ പോലീസ് സംഘം സാഹസികമായി കസ്റ്റഡിയിലെടുത്തത്. ഒളിവിലായിരുന്ന തളിപ്പറമ്പിൽ നിന്ന് ഓട്ടോറിക്ഷയിലും പിന്നീട് കാറിലുമായി കണ്ണൂരിലേക്ക് വന്ന ആയങ്കിയെ പോലീസ് പിടികൂടുകയായിരുന്നു. അറസ്റ്റിലായതിനു പിന്നാലെ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തി അഴിക്കുള്ളിലാക്കാനുള്ള നീക്കങ്ങൾ പോലീസ് അതിവേഗം തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഗുണ്ടകളെയും ലഹരി സ്മഗ്ലിംഗ് സംഘങ്ങളെയും പൂർണ്ണമായി അമർച്ച ചെയ്യുന്നതിനായുള്ള ഓപ്പറേഷൻ ഗ്രിപ്പ് ശക്തമായി തന്നെ മുന്നോട്ടു പോവുകയാണ്. കുറ്റവാളികളെയും ഗുണ്ടകളെയും വലിയ തോതിൽ നിരീക്ഷിക്കുന്നതിനൊപ്പം ഇവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകളിലൂടെയും പോലീസ് നീങ്ങുന്നുണ്ട്. ഇത്തരം ഗുണ്ടാവിരുദ്ധ നടപടികളുടെ വിശദാംശങ്ങൾ ദിവസേന മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്താനും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും അർജുൻ ആയങ്കി നിരവധി ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും ഇയാൾക്ക് ജാമ്യം അനുവദിച്ചാൽ അത് നിയമവ്യവസ്ഥയെ പൂർണ്ണമായും നിസ്സാരവൽക്കരിച്ച് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് എടുത്തു പറയുന്നുണ്ട്. പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാനും കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ഇയാൾ മടിക്കില്ല. കൂടാതെ ഇയാൾക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിൽ സമാന രീതിയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വലിയ പ്രോത്സാഹനമായി മാറുമെന്നും കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആഭ്യന്തരമന്ത്രിക്കെതിരെ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും അധിക്ഷേപകരമായ പോസ്റ്റിട്ട മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ടെന്നും അതിനാൽ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ അഭിഭാഷകയെ കണ്ട് നിയമോപദേശം തേടാനായി പുലർച്ചെ കണ്ണൂർ നഗരത്തിലെ അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോഴാണ് ആയങ്കിയെ പോലീസ് സംഘം വളഞ്ഞ് പിടികൂടിയത്. തളിപ്പറമ്പിൽ നിന്ന് ഓട്ടോറിക്ഷയിലും തുടർന്ന് സുഹൃത്തിന്റെ കാറിലുമായാണ് ഇയാൾ കണ്ണൂരിലേക്ക് തിരിച്ചത്. പരിസരങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ച പോലീസ് ഇയാളെ കൃത്യമായി പിന്തുടർന്നു. ആഭ്യന്തരമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ അർജുനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ തലശ്ശേരി സബ് ജയിലിൽ കഴിയുന്ന അർജുൻ ആയങ്കി ഉടൻ തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കും. കണ്ണൂർ, എറണാകുളം, തൃശൂർ ഉൾപ്പെടെ വിവിധ ജില്ലകളിലായി 23ഓളം ക്രിമിനൽ കേസുകളാണ് ഇതുവരെ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.